ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കാലത്ത് തന്നെ കെട്ടി എങ്ങോട്ടാണെന്നല്ലേ, അക്ഷയ സെൻറ്റർ വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. കുഞ്ഞുവാവേനെ അമ്മേനെ ഏൽപ്പിച്ചിട്ട് വാതിലൊക്കെ പുറത്തുനിന്ന് പൂട്ടിയിട്ടതിന് ശേഷം ഞങ്ങൾ നേരെ വഴിയിലോട്ട് ഇറങ്ങി കേട്ടോ. സ്ഥിരം വിളിക്കാറുള്ള ഓട്ടോ ചേട്ടനെ വിളിച്ചപ്പോഴത്തേക്കും എന്തോ തിരക്കുള്ളത് കൊണ്ട് ഇപ്പോൾ വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഏകദേശം ഒരു 1.5 വർഷത്തിന് ശേഷം ഞാൻ ഇതേ കുറേ ദൂരം നടക്കുവാണ് കേട്ടോ. നടന്ന് മനുഷ്യൻ്റെ ഊപ്പാടല്ലേ. ഇനി വീട്ടിൽ തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഏത് പരുവത്തിലാകുന്ന ഒരു പിടുത്തവും ഇല്ല കേട്ടോ. കാലിൽ കിടക്കുന്ന ചെരുപ്പ് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്തോ ചെരുപ്പിൻ്റെ ഭാഗ്യമാണോ എൻ്റെ ഭാഗ്യമാണോ പെട്ടെന്നൊരു ഓട്ടോ വന്ന് അടുത്ത് നിന്നതുകൊണ്ട് ഞങ്ങൾ വേഗം ചാടിക്കയറി കേട്ടോ. പിന്നെ നേരെ ഇവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോകുവാണ്. അവിടെ ചെന്നിട്ട് ഒരു ഫോം ഒപ്പിട്ട് മേടിക്കണം കേട്ടോ. കാരണം എൻ്റെ ആധാർ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഈ ഹോസ്പിറ്റലിൽ എവിടത്തെങ്കിലൊക്കെ ഒപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. നേരെ ഒപ്പിട്ടൊക്കെ മേടിച്ചു, നേരെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നേരെ അക്ഷയ സെൻറ്ററിലോട്ട് പോകണം. അവിടെ ചെന്നിട്ടും കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് നേരെ ഓട്ടോയുടെ അടുത്തേക്ക് നടക്കുവാണ് കേട്ടോ. അങ്ങനെ നേരെ ഓട്ടോയിൽ ചാടിക്കയറി അതിന് ശേഷം നമ്മൾ നേരെ അക്ഷയ സെൻറ്ററിലോട്ട് പോകുവാണ് കേട്ടോ. അങ്ങനത്തെ അക്ഷയ സെൻറ്ററിൽ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചതിന് ശേഷം നേരെ താഴേട്ട് വരുവാണ്. ഒരു ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഫോമിന് വേണ്ടി വന്നേക്കുവാണ്. അതൊക്കെ മേടിച്ച് കൈ പിടിച്ചു. അതിന് ശേഷം അമ്പാടിക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അതും മേടിച്ച് കൊടുത്തു കേട്ടോ. ഇനി മേടിച്ച് നിന്നിട്ട് ഈ ഫോമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്താവോ എന്തോ. അതെല്ലാം ചെയ്തതിന് ശേഷം മടുത്ത് റെസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ, ഞാനും അമ്പാടിയും കൂടിയിട്ട്. അപ്പോൾ ചേട്ടനകത്ത് വേറെ എന്തൊക്കെ എഴുതി കൊടുക്കാനുണ്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചേട്ടൻ പുറത്തേട്ട് ഇറങ്ങി കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. എൻ്റെ ചിന്ത മൊത്തം കുഞ്ഞുവാവ കരയുന്നുണ്ടോ വഴക്കിടുന്നുണ്ടോ എന്നൊക്കെയാണ് കേട്ടോ. ആകെ ഒരു ടെൻഷനാണ്. ഇനി നേരെ ഞങ്ങൾ കൃഷിഭവനിൽ ചെന്നു. അവിടുന്ന് ഒരു പേപ്പർ ഒപ്പിട്ട് മേടിക്കാനുണ്ടായിരുന്നു. അതിന് ശേഷം ബേക്കറിയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കേട്ടോ. കുറച്ച് അമ്പാടിക്കും ഞങ്ങൾക്കൊക്കെ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചു. നാട്ടുകാരൊക്കെ നോക്കുവാണ് കേട്ടോ ഈ ഫോണും പിടിച്ചുകൊണ്ട് ഇത് എവിടെ പോകാമെന്നുള്ളത്. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചതിനൊക്കെ ശേഷം നമ്മൾ നേരെ ഓട്ടോയും വിളിച്ച് വീട്ടിലോട്ട് വരുവാണ് കേട്ടോ. അയ്യോ മടുത്ത് പോയി. രാവിലെ 10:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 1:45 കേട്ടോ. അങ്ങനത്തെ കുറച്ച് സ്നാക്സും പിന്നെ അമ്പാടിക്ക് മാങ്കോ ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ മേടിച്ച് നേരെ വീട്ടിലിട്ട് വെച്ചടിക്കുവാണ്. ഒരു പിടുത്തവും ഇല്ല അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ വാവയ്ക്ക് പാലൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് കുളിച്ചു. ഭയങ്കര ചൂടായിരുന്നു. അതിന് ശേഷം വന്നിരുന്നിട്ട് അമ്പാടിക്ക് വേണ്ടി കാച്ചി വെച്ച ഒരു ഗ്ലാസ് പാലും പിന്നെ കടയിൽ നിന്ന് മേടിച്ച കുറച്ച് കപ്പവറ ഉണ്ണിയപ്പം ഒക്കെ ഇരുന്ന് കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ അമ്പാടിക്കൊന്നും വേണ്ട, ചുമ്മാ വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. അവൻ ആ ഒരു പുതപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കളിയും ചിരിയും എല്ലാം പിന്നെ ആ പുതപ്പിനോടായി കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ആസ്വദിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കുവാണ്. എനിക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഒന്നും വേണ്ട കേട്ടോ. അമ്പാടിക്ക് ഒരു ഗ്ലാസ് പാല് കൊടുത്തിട്ട് കാണിച്ച് വെച്ച പരിപാടിയാണിത്. അവൻ കുടിച്ചതായിരുന്നു. അവൻ തന്നെ എടുത്ത് കുടിച്ചിട്ട് അവനങ്ങ് വെച്ചതാണ് കേട്ടോ. വെച്ചപ്പോഴത്തേക്കും അതങ്ങ് മറിഞ്ഞു പോയി കേട്ടോ. അങ്ങനെ പാലൊക്കെ മറച്ച് കളഞ്ഞതിന് ശേഷം ഒരു കൂസലും ഇല്ലാണ്ടിരുന്നിട്ട് ആ കപ്പവറയെല്ലാം പെറുക്കി കളയാനായിട്ട് നോക്കുവാണ് കേട്ടോ. അവനതൊന്നും വേണ്ട, വെറുതെ ഒരു ഷോയ്ക്ക്. പിന്നെയാണെങ്കിൽ ആ പാലൊക്കെ അങ്ങനെ അവിടെ ഒഴിച്ച് കിടന്നിട്ട് എനിക്കൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് തൂത്ത് കളയാൻ പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ ആകെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചത്തേ ചമഞ്ഞേന്ന് പറഞ്ഞു വന്നിരിപ്പാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. കുറച്ച് ദൂരം നടന്നാൽ തന്നെ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ അതൊക്കെ വന്ന് മോപ്പും കൊണ്ട് വന്നിരുന്ന് തുടയ്ക്കുവാണ്. കുഞ്ഞുവാവയും കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പണിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും മുഖം ഇങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകിട്ടാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ കുറേ ചാളയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മീൻ കൂട്ടാൻ മേലാത്തതുകൊണ്ട് ചുമ്മാ വീഡിയോ പോയി എടുത്തതാണ് കേട്ടോ. അമ്മ ഇരുന്ന് വെട്ടുവാണ് മീനൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അനിയനാണെങ്കിൽ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ചധികം പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി കണ്ട് അലച്ച് വീഴുന്നതുകൊണ്ട് തന്നെ കുറച്ചെടുത്ത് തോരൻ വെക്കാമെന്ന് കരുതി തോരൻ വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു തേങ്ങയുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങ എനിക്ക് നാളെ അവിയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു എങ്കിൽ ഈ ഒരു ക്യാരറ്റും അച്ചിങ്ങയായിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് പെട്ടെന്ന് വന്നിരുന്ന ആ ഒരു ക്യാരറ്റും അച്ചിങ്ങയൊക്കെ അങ്ങ് അരിയുവാണ് കേട്ടോ. രാത്രിയിലത്തേക്ക് ഞങ്ങൾക്ക് വേറെ കറിയൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ധൃതി കൂട്ടി ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണം ചോറ് കഴിക്കാനായിട്ട്. ഞാൻ ചിലപ്പോഴാണ് കേട്ടോ ചോറ് കഴിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് സേമിയ ഉപ്പുമാവ് ഇരിപ്പുണ്ട് രാവിലെ ഉണ്ടാക്കിയതിൻ്റെ. അപ്പോൾ അത് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ചൂട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ വന്നിരുന്ന് വേഗം അച്ചിങ്ങയൊക്കെ അരിയുവാണ് കേട്ടോ. ചൂടെടുത്തിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓടി ഫാനിൻ്റെ കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുത്തോളൂ. അങ്ങനെ അച്ചിങ്ങയൊക്കെ പെട്ടെന്ന് കഴുകി വാരി അടുപ്പത്ത് കയറ്റിയതിന് ശേഷം ഞാൻ വന്നിരുന്ന് ഉപ്പുമാവ് കഴിക്കുവാണ് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വന്നിരുന്ന് കഴിക്കുവാണ്. ഒരു ഗ്ലാസ് പാലും എടുത്ത് അമ്പാടിയുടെ. അവനും പാലൊക്കെ കൊടുത്ത് അവനൊക്കെ ഉറങ്ങി കേട്ടോ. അപ്പോൾ ബാക്കി വന്ന പാല് ഞാനും എടുത്ത് കുടിച്ചു. അതിന് ശേഷം ഉപ്പുമാവൊക്കെ കഴിക്കുവാണ് കേട്ടോ. കൂടെ പൂച്ചക്കുട്ടന്മാരും വന്നിരിക്കണോണ്ട് അവർക്കും കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ നമ്മുടെ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അച്ചിങ്ങയും ക്യാരറ്റും ഒക്കെ നല്ല രീതിക്ക് അങ്ങ് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഈ അടുക്കളയിലെ
ചൂടും പിന്നെ മേളിയിട്ടങ്ങനെ റൂഫിൻ്റെ ചൂടും ഈ ഒരു തീയുടെ ചൂടും എല്ലാം കൂടെ ആയിട്ട് ഞാൻ അവിടെ ഒന്ന് വെന്തുരുകുവാണ് കേട്ടോ. ഇനി ഇതൊക്കെ ഇളക്കി പെറുക്കി ഒന്ന് വാങ്ങി വെച്ചതിന് ശേഷം നേരെ ഞാൻ റൂമിലോട്ട് വീണ്ടും വന്ന് കാറ്റ് കൊള്ളാനായിട്ട് കേട്ടോ. എനിക്ക് കാറ്റ് കൊണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇനിയിപ്പം നമ്മുടെ തലയിലും പുറത്തും മേത്തും ഒക്കെ ഫിറ്റ് ചെയ്യണ ഫാൻ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം ഓൺലൈനിൽ. അങ്ങനത് ഇരുന്ന് നിന്നും കിടന്നും ഒക്കെ കാറ്റ് കൊള്ളുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തിലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.